വാമ്പയറാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം കളി തുടങ്ങാം. ഓക്കെ, നമ്മൾ ഒരു പുതിയ സ്കിന്നൊക്കെ നമ്മൾ റോബ്ലോക്സിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നമുക്ക് കുറച്ചധികം തന്നെ കാർ കളക്ഷൻസ് ഉണ്ട്. നമ്മൾ എന്താ ടാങ്ക് ടാണ തന്നെ ട്രക്ക്, എൻ്റെ ഫേവറേറ്റ് ട്രക്കാണ് ടാങ്ക് ടാണ പറഞ്ഞ ഒരു ട്രക്ക് ഉണ്ട്, ഒരു ചെറിയ ട്രക്കാണ്. പിന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തതുകൊണ്ട് വേഗം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സോ നമുക്ക് നമ്മളെ വണ്ടികളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മളെ ഓടി, ഇതൊക്കെയാണ് നമ്മളെ കയ്യിലുള്ള കാറുകൾ. ഡ്രൈവിംഗ് വെല്ല് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കളിച്ചിട്ടുണ്ടാക്കുന്നതാണ്. പിന്നെ ബെല്ലി ഉണ്ട്, 2024 ഓടി A6 ലിമോസിൻ ഉണ്ട്, 2022 ഓടി R8 സ്പൈഡർ ഉണ്ട്, 2019 ഷെവർലെറ്റ് കവർവേഡ് ഉണ്ട്. പിന്നെ കുറച്ച് 3 നാസ്കാറും. ഈ നാസ്കാർ നമുക്ക് ചേരുമ്പോൾ കിട്ടണതാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ കളിച്ചുണ്ടാക്കലാണ്. ഇത് ബാക്കിയുള്ള നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ആകെ ഒരു കാറാണ്, ഈ കാറും പിന്നെ എവിടെ പോയി കാണുന്നില്ല. ഈ കാറുമാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഇത് കുറേ കളിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ നമ്മളെ കാറുകൾ നമുക്ക് ഓരോന്നും കാണിച്ചു തരാം. ഇതാണ് ഞാൻ ടണാക്ക ടോട്ടിനി ഞാൻ ചെറുതായിട്ട് തെറ്റിപ്പോയി പറഞ്ഞേ. ഏതായാലും ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മളെ ആ ട്രക്ക്, നമ്മൾ ട്രക്ക് എന്ന് കളിക്കുന്നുള്ളൂ. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എത്രയാണ് മറന്നു. ഇത് ഏതായാലും ഞാൻ അപ്ഗ്രേഡ് ചെയ്തതാണ്. ഇത് പണ്ട് എങ്ങനെ ഇതിന് കാണിച്ചു തരാം. ഇതാ ഈ രൂപത്തിലേന് അന്ന് ഇരുന്നിന്. ഇപ്പോൾ നമ്മൾ മോഡിഫൈ ചെയ്ത് ബോഡി കിറ്റ് അടിച്ച് ഇങ്ങനെ ആക്കി ഗൈസ്. ഇത് നമ്മൾ കാർ ടെർബോ എൻജിൻ റേസ് എൻജിനാണ് വെച്ചത്. പിന്നെ നമ്മളെ വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളുടെ ലാർജ് എന്നില്ല, ഒരു മീഡിയം വീടാണ് ഇതിലുള്ളത്. നമ്മളെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേഗം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇങ്ങനെയുള്ളൊരു വീടാണ് നമ്മളുടെ ഏകദേശം. ഇവിടെ ഒന്നും സ്പോട്ടില്ല ഗൈസ്. ഓക്കെ, ഇവിടെ ഓ എല്ലാവരും ഈ വീട് തന്നെയാണല്ലേ. ഒരു സ്പോട്ട് കാണും ഗൈസ്, എന്നിട്ട് വേണം നമുക്ക് അവിടെ വീട് വെക്കാൻ. ഞാൻ ആ സ്പോട്ട് ഇട്ടിട്ട് സോ ഗൈസ് നമുക്ക് ആ പോട്ട് ഇട്ടിട്ടുണ്ട് നമ്മളെ വീട് വെക്കാനുള്ള. നമുക്ക് ഇനി വീട് വെച്ച് നോക്കാം. ഓക്കെ, നമ്മളുടെ ടക്കർ ഡൗൺ വേ ആണ് നമ്മളെ വീട്. സ്പോൺ ചെയ്യാം. നമുക്ക് ഈ ട്രക്ക് പറ്റി ഇവിടുന്ന് വേറെ വണ്ടി വെക്കാം. നമുക്ക് നമ്മളെ ബെല്ല് വെക്കാം. ഓക്കെ, ഇനി ഇവിടെ ഡിസ്പ്ലേ നമുക്ക് വെക്കാം. ഇവിടെ നമുക്ക് നമ്മൾ ഓഡിയോ R8 വെക്കാം. ഇനി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു കാർ വേണം. നമുക്ക് നമ്മളെ ഫോർഡ് മസ്റ്റാങ് GT-D എടുക്കുക, പുതിയ മോഡല്. ബസ് ഈ കാറ് സീനാണ്, അടിപൊളിയാണ്, ഫുള്ള് സീനാണ്. പറഞ്ഞോട്ടെ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്താ ഉദ്ദേശിച്ചത് നോക്കുക. വണ്ടി സീനാണ്. ഞാൻ ഉള്ളിലത്തെ വ്യൂ കാണിച്ചത് ഇതിൻ്റെ ഉണ്ടോ. ഇതൊക്കെയാണ് ഉള്ളിലത്തെ വ്യൂ. ബാക്കിൽ നൈട്രൊക്കെ ഉണ്ട്, GT-D. ഇതിൽ എന്താണ് നമ്മളെ സ്പീഡ് കിലോമീറ്റർ ഒക്കെ ഉണ്ട്, വർക്ക് ചെയ്യുന്നതാണ്. ചില ഗെയിമിലൊന്നും വർക്ക് ചെയ്യാറില്ല, ഇതിലേതായാലും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഗൈസ് നമ്മളെ യൂട്യൂബ് ചാനൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് വേഗം ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തോളൂ. സ്പോയിലർ ഇതൊക്കെ ഓരോ ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്. F-ക്ക് പുറത്തിറങ്ങും, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. ഇതാണ് ഗെയിമിൽ റേസ് ചെയ്യാൻ എന്ന സ്ഥലം. ഇവിടെ നമുക്ക് പല സ്ഥലത്തും റേസ് ചെയ്യാനുണ്ട്. നമുക്ക് ഇവനായിട്ടൊന്ന് റേസ് വെച്ച് നോക്കാം. നമുക്ക് നമ്മളെ ഈ സാധനം വെച്ച് ഡ്രാഗ് റേസിൽ നമ്മളെപ്പോഴും ഈ സാധനം വെച്ചാണ് നമ്മൾ ജയിക്കൽ. നമുക്ക് ഒരാളെ കാത്തു നോക്കാം, ആരെങ്കിലും വരും നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരാളെ പോയി വിളിച്ച് വരാം. ഡീലർഷിപ്പിൽ പോയാൽ അവിടെ കുറച്ച് ആൾക്കാർ സ്പോൺ ചെയ്യുന്നുണ്ടാവും. പല ഇടത്തിൽ നമുക്ക് ഡ്രാഗ് റേസ് വെക്കാം. നിർത്തണമല്ലോ ഗൈസ്, ഒടുക്കത്തെ സ്പീഡാണ് വണ്ടി തരം. അപ്പോൾ നമ്മളെ മുന്നിൽ ഇരുന്ന് കാണുന്നത്. ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഗ്ലിച്ചടിച്ചാണോ അറിയില്ല. അവനോട് ചോദിച്ചോക്കാം. പോയി ഗൈസ്, നമുക്ക് സ്റ്റാർട്ടിലേക്ക് പോവാം. യെസ്, ഈ ബൈക്കറിനോട് ചോദിച്ചോക്കാം നമുക്ക്. ഹേ ബ്രോ,
ഡ്രാഗ് റേസ്. ഡ്രാഗ് റേസ് എന്താ ടൈപ്പ് ചെയ്യണ്ടോ അറിയില്ല. നല്ല ആളോടാണ് നമ്മൾ ഡ്രാഗ് റേസിനൊക്കെ പോയി ചോദിച്ചത്. നല്ല സ്പീഡാണ് നമ്മൾ കണ്ടു. ഇവനോട് ചോദിച്ചേക്കാം. ഹായ്, ഇവനെങ്ങനെ ഡ്രാഗ് റേസിന് സമ്മതിച്ചാൽ അതിന് ഓവലൊക്കെ കൊടുക്കത്തെ ജാടിയാണ് ഗൈസ്. നമ്മൾ NPCs ആയിട്ട് റേസൊക്കെ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നോക്കും ഗൈസ്. ബേക്കർ ഗൈസ് ആരും ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യണമെന്നില്ല. നമ്മൾ ഡ്രാഗ് റേസ് ചോദിച്ചേക്കാം. സോറി ഡ്രാഗ് റേസ് അവൻ ഒടുക്കത്തെ ഷോറാണ്. അവൻ്റെ വലിയ കാറുണ്ട്, നമ്മൾ സമ്മതിച്ചു കൊടുത്തു. ഇതൊക്കെയാണ് എൻ്റെ PC-ക്കുള്ള ഒരു പ്രത്യേകതയാണ്. കളിച്ചുകൊണ്ടൊക്കെ ആൾ പെട്ടെന്ന് കാണാതെ അതിൻ്റെ PC-ൻ്റെ പ്രത്യേകതയാണ്. ഏതെങ്കിലും ഗൈസ് നമുക്ക് നാസ്കാറിലേക്ക് പോവാം. നാസ്കാർ എന്താ അറിയില്ലെങ്കിൽ എനിക്കും അറിയത്തില്ല. എനിക്കറിയാം ഗൈസ്. നമുക്ക് ഏതായാലും അവിടെ പോയി റേസ് ചെയ്യാം. നമ്മളെ കയ്യിലുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാറാണ് ഈ നാസ്കാർ ഷവർലെറ്റിൻ്റെ കാറ്. ഡ്രാഗ് റേസ് ഇവിടെ ഇട്ടണമല്ലോ. ഇനി പോലെ നമ്മളെ കണ്ടിട്ടാണ്. അതിലും കുഴപ്പമില്ല. നമുക്ക് ഇവിടുന്ന് എൻ്റെ നാസ്കാർ ഇതാണ് ഞാൻ കളിച്ച് തുടങ്ങിയ കാർ തന്നെ. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കാറും. ഇതിലൊക്കെ ഞാൻ ഹലോവിലൊക്കെ ഞാൻ മാറ്റിയതാണ് ഗൈസ്. നമുക്ക് ഈ സ്ക്രീൻ കുറച്ച് എന്തൊക്കെ കണ്ടിട്ട് പോവാം. ഓക്കെ, നമുക്ക് ഇനി പോയി റേസ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും നമ്മളേക്ക് ഫസ്റ്റ് എത്തുക നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഗൈസ്. ഈ ടൈമിലൊന്നും ഇപ്പോൾ ആരും ഒരാളുമില്ല ഗൈസ് റേസിങ്ങിന്. നമുക്ക് ഏതായാലും സോളോ കളിക്കുക, ഒച്ചക്കന്നെ കളിക്കുക. ഇതൊക്കെ വേറെ കാര്യം പറയുന്നത് ഗൈസ്, നമ്മൾ പോയിൻറ്റ്സ് കളക്ട് ചെയ്താൽ നമ്മൾ മുന്നിലെത്തുക നാസ്കാറിൽ. ബാക്കിയുള്ള റേസിലൊക്കെ നമ്മൾ മുന്നിൽ തന്നെ എത്തുന്ന വേണം. ഇതിൽ നമ്മൾ പോയിൻറ്റ്സ് കളക്ട് ചെയ്യുന്നതിന് മുമ്പാണ് കളക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ഫസ്റ്റ് എത്തുക. ഇതിൽ നമ്മൾ എത്ര 250 കോയിൻസ് എന്താ കളക്ട് ചെയ്താൽ നമുക്ക് 130,000 രൂപ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 30,000 രൂപ നമുക്ക് ഇതിൽ കിട്ടും. ഈയിലോട്ട് ഗൈസ് റിയലിൽ കിട്ടില്ല. ഇവിടെ പോയിൻറ്റ്സ് കൂടുന്നതിനനുസരിച്ച് ഇവിടെ സ്കോറും കൂടുന്നുണ്ട് ഗൈസ്. ഇത് 50K ഇതിൻ്റെ നൈട്രോ ആക്ടിവിറ്റി ആവുക. അപ്പോൾ കുറച്ചും കൂടി സ്പീഡ് കൂടും. ഇതിൻ്റെ സ്പീഡ് കൂടിയിട്ടാണ് ചെറിയ ഗ്ലിച്ചൊക്കെ അടിക്കുന്നത്. ഒന്നും സാരമില്ല. അത്യാവശ്യം ഈ വണ്ടിക്ക് നല്ല സ്പീഡൊക്കെ ഉണ്ട് ഗൈസ്. ഇതിൽ പിന്നെ നമ്മൾ ചെക്ക് പോയിൻറ്റ്സ് കളക്ട് ചെയ്യണം. ഫൗള് വെക്കുകയാണെങ്കിൽ നടക്കില്ല. സൈഡിൽ കൂടെ വെട്ടിച്ചെടുക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ തോൽക്കുകയുള്ളൂ. ഇതിൽ ചെക്ക് പോയിൻ്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ ഇവിടേക്ക് തന്നെ സ്പോൺ ആക്കേണ്ടി വരും. സോ ഗൈസ് നമ്മൾ ആ റേസ് ഫിനിഷാക്കി. പോയിൻറ്റ്സ് നമ്മൾ കളക്ട് ചെയ്തില്ല. 0 കിട്ടിയ സാരമില്ല, കുഴപ്പമില്ല. ഓ ഗൈസ് അവിടെ റേസിങ്ങിന് ഒരാളുണ്ട്. നമുക്ക് ഓരോട്ട് റേസ് ചെയ്യാം. ഓക്കെ, ഇവനായിട്ട് നമുക്ക് റേസ് ചെയ്ത് ജയിക്കാം ഗൈസ്. ഇതിൽ നമ്മൾ ജയിക്കും. അവൻ്റെ ഉള്ള ഷവർലെറ്റാണ്. നമ്മളെ അവൻ്റെ ഓൾഡ് കാറാണോ എന്നുണ്ട്. ഓക്കെ, അവൻ എടുത്തിട്ടുള്ളൂ ഗൈസ്. ഇത് കണ്ടില്ല അവൻ്റെ ടയർ ലവിലൊക്കെ കാലിപ്സൊക്കെ നീലയാണ്. സാധനം അപ്ഡേറ്റ് ഇട്ടില്ല. കാർ തൊട്ടിട്ടുണ്ടാവുന്നുണ്ട് ഗൈസ്. റേസ് സ്റ്റാർട്ട് ആകുമ്പോൾ നമ്മൾ മുടിയൊക്കെ ഇതിൻ്റെ പുറത്താണെന്ന് കുഴപ്പമില്ല. അപ്പോഴത്തെ ട്രെൻഡാണ്. റേസ് ആക്കുന്നുണ്ട്. അവൻ്റെ ടയറൊക്കെ കറങ്ങുന്നുണ്ട്. നമ്മൾ കണ്ടു. ഏതായാലും നമുക്ക് ഇതിൽ പോയിൻറ്റ്സ് എടുത്താൽ മതി. തുടങ്ങാൻ ടൈമിന് തന്നെ ഷിഫ്റ്റും പിടിച്ചായിട്ട് തുടങ്ങിയാൽ മതി ഗൈസ്. എന്നാൽ പിന്നെ ഫസ്റ്റ് എത്തും എന്ന് വിചാരിച്ചാൽ അല്ല ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് മുന്നിൽ ചാടുമ്പോൾ പോകും. അതിലും ഗൈസ് നമ്മളതിൽ ജയിക്കും ഗൈസ്. പോയിൻറ്റ്സ് എടുക്കാൻ നോക്കിയിട്ട് ഒന്നും നടക്കണില്ല ഗൈസ്. ഓൻ വന്ന് ഇടിച്ചതാണ് ഗൈസ്. ഓനെ കാണാൻ കഴിയില്ല. മാജിക്കാണ്. നമ്മളെ സ്പീഡ് കൂടുതലായിട്ടാണ് വന്നിട്ട് ലാപ്ടോപ്പ് എല്ലാം ഗ്ലിച്ചടിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് പൂജ ചെയ്യും ഗൈസ് കിട്ടുക. എനിക്ക് തോന്നുന്നുണ്ട്, നല്ല തോന്നുന്നുണ്ട് ഗൈസ്. മെച്ചം പെരുത്ത കളിയാണ്. കണ്ടില്ല ഗൈസ്, ഫുള്ള് നിറങ്ങിക്കണ തന്നെയാണ് അവൻ്റെ പണി. ഇതിൽ നമ്മൾ ഫസ്റ്റ് എത്തി ഗൈസ്. പോയിൻറ്റ്സ് കളക്ട് ചെയ്തില്ല. ഇനി വല്ല ഫസ്റ്റിലേക്ക് എത്താം.
ഓ ഗൈസ് നമ്മൾ മുന്നിലെത്താനായി. ഓ നമ്മൾ മുന്നിലെത്തി ഗൈസ്. ബാക്കിൽ ഓൻ വന്നിടിക്കാമെന്ന് അതിന് കണ്ടോ, ഓനും കറങ്ങി ഞാനും കറങ്ങി ഗൈസ്. വേഗം നേരെ കിട്ടണം. ഓനെ ബാക്കിൽ പേടിക്കുക, ഞാനുള്ളൂ നമുക്കുള്ള വേറെ മാർഗം. മുന്നിലെത്തിയാനുള്ള യൂ ടേണിലൊക്കെ സൈഡോട്ട് ചെരിച്ചെടുക്കേണ്ടി വരും. നല്ല പോക്കാണ് ഗൈസ്. ഓനൊക്കെ പിടിച്ചാൽ കിട്ടൂല എന്നുണ്ട്. നമ്മളിതിൽ തോൽക്കും മിക്കവാറും ഗൈസ്. നമ്മൾ തോറ്റു പോകുന്നുണ്ട്. 2 മിനിറ്റ് ആവാനായി. ഫുള്ള് ഡ്രിഫ്റ്റാണ് ഗൈസ്, ടോക്കിയോ ഡ്രിഫ്റ്റ്. ഇതിലെങ്കിലും ജയിച്ച് പൈസ ഉണ്ടാക്കാൻ നമുക്ക് യാതൊന്നും നടക്കില്ല ഗൈസ്. നമ്മളിതിന്ന് എൻട്രി പുറത്തിറങ്ങുകയാണെങ്കിൽ ഓൻ തന്നെ ജയിക്കും. നമുക്ക് 40,000 രൂപ പുറത്തിനെ പോകും. അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കില്ല ഗൈസ്. എന്നാലും ഓനൊക്കെ എന്ത് ഡ്രൈവറാണ് ഗൈസ്. നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പണിയത്. ഓൻ ജയിച്ചിന് ഗൈസ്, ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. യെസ്, ഡേറ്റോണ. ഓ നമുക്ക് 41,000 രൂപ കിട്ടി. ഓന് ഗിഫ്റ്റിലൻഡ് എനിക്ക് 40, ഓക്കെ 50. എനിക്ക് പൈസ 41,000 നമുക്ക് മതി. നമുക്ക് ഇനി ഓന് ഡ്രസ് ചെയ്യാനൊന്നും കഴിയില്ല. നമുക്ക് ഇവിടുന്ന് നല്ല സ്ഥലം ഇടാം. ഞാൻ എൻ്റെ എല്ലാ ആളുകളും നിങ്ങൾക്ക് നല്ല പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ പോർച്ച്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് കാറുണ്ട്. തുടക്കത്തിൽ തന്നെ ഇത് പോർച്ച് അത്ര വരില്ലാത്ത ലോ ആണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലുള്ള SUV-കളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് SUV ആണ്. നിങ്ങൾക്കറിയില്ല ബെന്നി. ഇതിൽ ഈ ബെന്നിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. ഞാൻ മോഡിഫൈ ചെയ്ത് ഇതിൽ സ്പോർട്ട് എഞ്ചിനാണ് വെച്ചത്, റേസ് എഞ്ചിനല്ല. അതുകൊണ്ട് കുറച്ച് സ്പീഡൊക്കെ കുറവുണ്ടാവും, സാരമില്ല. ഇതിൽ ഏതായാലും നൈട്രോ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ടാങ്കാണുള്ള ലോങ് ബൂസ്റ്റാണ് ഗൈസ്. പിന്നെ നമ്മളെ GTR ഉണ്ട് ഇവിടെ. ഈ GTR സ്പീഡ് കുറവാണ്. ഇതായിട്ട് ഏറ്റവും ലോ കാറാണ് നമ്മളെടുത്തത്. അത് എത്ര 2011 ചുവലുള്ള കാറാണ്. ഇതിന് അത്യാവശ്യത്തിന് സ്പീഡൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മളുള്ള ടാങ്കാണ്. ഈ ടാങ്കാൻ്റെ സ്പീഡ് ഞാൻ കാണിച്ചു തരാം. ലോങ് ബൂസ്റ്റാണ്, എത്ര പിടിച്ചാലും തീരൂല. അങ്ങനെയല്ല, കുറച്ച് നേരം അധികം നേരം നിൽക്കും. കണ്ടില്ലേ, സ്ക്രീനൊക്കെ ഇളകി പോകണുണ്ടോ ഗൈസ്. സ്പീഡാണ് ഈ സാധനത്തിന്. അതുകൊണ്ടാണ് എനിക്ക് ഇതിന് ഇഷ്ടമാണ് പറഞ്ഞു. ബാക്കി എത്ര സൂപ്പർ കാറാണെങ്കിലും ഇതിൻ്റെ അത്ര ഒരു സ്പീഡ് എത്തില്ല ഗൈസ്. ഞാൻ ഡ്രാഗ് റേസിലൊക്കെ ഇത് വെച്ചാണ് ഗൈസ് ജയിക്കുന്നത്. എത്ര മില്യൻ്റെ കാറായിട്ടാണ് ഇത് റേസൊക്കെ. അവിടെ ഞാൻ ഇതായിട്ട് ജയിക്കലുണ്ട്. അതുകൊണ്ടാണ് പൈസ കിട്ടുന്നത്. കണ്ടോ, 354 അതിൽ 250 ഞാൻ ഡ്രാഗ് റേസ് എടുത്ത് ഉണ്ടാക്കിയേക്കും. പക്ഷേ ഒരു ഡ്രാഗ് റേസ് ജയിക്കുകയാണെങ്കിൽ എത്ര 15,000 1000 അങ്ങനെ എന്തേ കിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ കുറേ ഡ്രാഗ് റേസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ പൈസ ഉണ്ടാക്കുന്ന രീതി പറയുന്നത് ഹൈവേയിലേക്ക് വരും. ഹൈവേന്ന് ഫുൾ സ്പീഡ് എടുക്കും. ഹൈവേയിലേക്ക് കഴിഞ്ഞ് ഡീലർഷിപ്പിലേക്കൊക്കെ എത്തുക. ഇത് കുറേ ഉണ്ട് ഡീലർഷിപ്പിലേക്ക് എത്താൻ കണ്ടില്ല. ഹൈവേ കഴിഞ്ഞില്ല, കുറച്ചധികം ഉണ്ട്. ഇത് ഓടുന്നതിനനുസരിച്ച് നമ്മൾ ഓടുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ സൈഡിൽ പൈസ കിട്ടിക്കൊണ്ടേക്കും. അതെല്ലാം കഴിച്ചു അടിപൊളിയാണ് ഈ ഗെയിം. റോബ്ലോക്സിലാണ്. പിന്നെ നമ്മളെ സ്കിന്ന് ഇഷ്ടമായ നിങ്ങൾ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അടിപൊളിയാണ്. നമ്മൾ സെറ്റാക്കണം കഴിച്ചു. ഇതാണ് നമ്മൾ സ്പീഡ് ചെയ്യുന്നതിനനുസരിച്ചും കൂടുന്നതിനനുസരിച്ചും ഇവിടെ ഉണ്ടോ സ്ലിച്ചടിക്കുകയാണെങ്കിൽ നമ്മ സ്പീഡിലാണ്. 300 ആയില്ല, എന്നാലും സാരമില്ല. ഇനി 300 പിടിക്കുക നമ്മൾ. ഓക്കെ, 396 കഴിച്ചു. 396 നമ്മുടെ ടോപ്പ് സ്പീഡ്. നമുക്ക് വീണ്ടും പിടിച്ച് നോക്കാം. 396 90 നമ്മളെ വണ്ടി സെറ്റാണ് ഗൈസ്. ഇനിയുണ്ട് കുറേ ഡീലർഷിപ്പിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ എത്താനായിട്ടുണ്ട്. വണ്ടിയൊക്കെ കാറ്റത്ത് തന്നെ പറന്നു പോവാണ് ഗൈസ്. പിന്നെ നമ്മളെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. അസീം ജോയിൻറ്റ് മീ. ഓക്കെ കണ്ടില്ലേ, നമ്മളെ വണ്ടീൻ്റെ സ്പീഡ് കിണ്ണ സാധനമാണ്. ഒരു വണ്ടി ഇതിൻ്റെ അടുത്ത് പിടിച്ചിട്ടില്ല. ഇതിൻ്റെ വില അറിയണേ 20,000 രൂപയാണ് ഗൈസ്. ഇനി നമുക്ക് ഷോറൂമിൽ പോയി നോക്കാം. ബൈ മോർ കാർസിൽ യെസ് നമുക്ക് എടുക്കാനില്ല. ട്രൈ അഗൈൻ, ഫെയിൽ അഗൈൻ ആണല്ലോ. സാരല്ല. ഇപ്പോഴാണ് നമ്മളിതിലേക്ക് കയറിയ അയാം വിന്ന്. ഇംഗ്ലീഷ് അറിയില്ല, ഗ്ലാമർ ഇല്ല, അറിയില്ല. വിന്നെന്നാണ് എൻ്റെ അയാം വിന്ന്. വളരെ ഗ്ലാമർ കുറവാണ്.
നമുക്ക് ഇതാണ് 91 ടോട്ട. ഇതിൽ ഗൈസ് പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ഏത് വണ്ടിയാണ് നിങ്ങൾ പറയുന്നത് ആയിട്ടെടുക്കും ഗൈസ്. ഡിഫൻഡർ ഉണ്ട്, ഹമ്മർ ഉണ്ട്, ഓഡി RS7 ഉണ്ട്, LE ഗോൾഡ് 1766 ഉണ്ട്, പിന്നെ ഷവർലെറ്റ് കമേറോ SS ഉണ്ട്. പിന്നെ ഇതിലോടാണല്ലോ, ഇതാണ് എൻ്റെ ഉള്ള കോവേർട്ട്, ഷവർലെറ്റ് കോവേർട്ട്. ഇതാണ് ഹമ്മർ. താഴത്തൊരു പണി മില്യൺസിൻ്റെ ആണ്. ഇതൊക്കെയാണ് എൻ്റെ ഉള്ള കാർ. ഇത് ഈ നീല കാണുന്നൊക്കെ എന്താണ് ഞാൻ എടുത്ത കാറാണ്. ബെല്ലി കണ്ടില്ല, ഉണ്ട് ഫോർസ ഉണ്ട്. ഇതിലേത് കാറാണ് നിങ്ങൾ പറയണത് എടുക്കുന്നത്? ഇതായിക്കോട്ടെ ഏതായാലും കുഴപ്പമില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ എടുക്കണേക്കും. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾ ഏത് കാർ പറഞ്ഞാലും ഞാൻ എടുക്കുന്നതായിരിക്കും ഗൈസ്. എന്താ ബെല്ലി കളക്ഷൻ കാറാണ്. ഈ കാറിൻ്റെ ഞാൻ കാണിച്ചതാ. ഇതിൻ്റെ റൂഫ് വർക്കായി ഗൈസ്. എക്സ്പ്ലോഡ് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്തൊക്കെ ഇതിൻ്റെ സൗണ്ട് ഒക്കെ ഗൈസ്. ഓൻ ഏതല്ല സൗണ്ട്. വണ്ടിയാണ് നോക്കി ഗൈസ്, അടിപൊളി സാധനമാണ്. പ്രൈസ് ആക്കി നോക്കാം. ആ സൗണ്ട് ഗൈസ്, അതിൻ്റെ അത്ര ഒരു വണ്ടിയില്ല ഗൈസ്. സീൻ ഗൈസ്.